So until we meet next time, ഇത് ഞാൻ നന്ദു with cameraman Hani. ഹായ് ആഗോള വാഹന വിപണിയിൽ തന്നെ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് SUVs. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇക്ക ജോറായിട്ട് ഡബ്ല്യു അതായത് വേൾഡ് കാർ ഓഫ് ദി ഇയർ ഇപ്രാവശ്യം ജയിച്ചേക്കുന്നത് ഒരു ബിഗ് SUV ആണ് കിയ ടെല്ലുറൈഡ്. സോ ആ ഒരു തരംഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ വീഡിയോ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു ബാക്കി 70% വീഡിയോസ് പുതിയ അറിയിക്കുന്ന SUVs തന്നെയാണ്. സോ ആ ഒരു മാർക്കറ്റിലേക്ക് ഒരു പുതിയ SUV വന്നിരിക്കുകയാണ്. അത് തന്നെ ഒരു ചെറുതൊന്നല്ല. ഇറ്റ് ഇസ് എ ബിഗ് 7-seater ലാഡർ ഫ്രെയിം പ്രോപ്പർ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ഹ്യൂജ് SUV MGയുടെ ഗ്ലോസ്റ്റർ. അതിന്റെ വിശേഷങ്ങളാണെന്ന്. സോ വെൽക്കം ടു ഫ്ലൈ വീൽ. In the next stop, throw a rollie with a iced out test out. I see where the time's out, get my burst out. Fucking time's out. 1924 ബ്രിട്ടനിൽ തുടങ്ങിയ ഒരു ബ്രാൻഡാണ് മോറിസ് ഗരാജസ് ആണ് MG എന്ന് പറയുന്നത്. ആ വാഹനങ്ങൾ തന്നെ നമുക്ക് ഇന്ത്യൻ നേരത്തിൽ കുറെ കാണാം. MGB എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്പോർട്സ് കൂപ്പേഴ്സ് ആയിരുന്നു MG എന്ന് പറയുന്ന ബ്രാൻഡ്. പക്ഷെ ആ ഒരു പാരമ്പര്യം 1964 നിന്ന് പോയിട്ടുണ്ട്. അതിനുശേഷം 2011 ചൈനയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറായ സായിക്ക് MG എന്നൊരു ബ്രാൻഡിനെ ഏറ്റെടുത്തിട്ട് അതിനൊരു പുതിയ മുഖം നൽകി. ആ മുഖമാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 2 വർഷമായിട്ട് MG ആദ്യം ഇന്ത്യയിലേക്ക് ഹെക്ടറായിട്ട് വന്നു. അതിനുശേഷം ZS EV എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രിക് മോഡൽ കൊണ്ടുവന്നു. പിന്നെ ഹെക്ടർ പ്ലസ് വന്നു. ഇപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് എൻട്രിയാണ് ഗ്ലോസ്റ്റർ. ഇത് വന്നിരിക്കുന്നത് ഫോർച്യൂണർ, എൻഡവർ, ഓൾട്ടൂറാസ് G4 എന്ന വാഹനങ്ങൾക്കുള്ളൊരു കോമ്പറ്റീഷനായിട്ടാണ്. പക്ഷേ അതിനെക്കാട്ടിലും ജസ്റ്റ് ഒന്ന് റേറ്റ് കുറവും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ടാണ് ഗ്ലോസ്റ്റർ വന്നേക്കുന്നത്. എസ്പെഷ്യലി സൈസ്, ഫീച്ചേഴ്സ്, ടെക്നോളജി എല്ലാ കാര്യത്തിലും ഓവർ തന്നെയാണ്. വാഹനത്തിന് മുന്നിൽ തന്നെ തുടങ്ങാം നമുക്ക്. പിന്നെ നമ്മൾ ഫസ്റ്റ് നോക്കിയാൽ തന്നെ കാണാം ഒരു ഹ്യൂജ് ഹെക്സഗൺ ഗ്രില്ല്. അതിൻ്റെ നടുക്ക് തന്നെ MGയുടെ ലോഗോ. വലിയ സ്ലാറ്റ്സ് ആണ് വന്നേക്കുന്നത്. അത് ഫുൾ ക്രോമിൽ തന്നെ കൊടുത്തേക്കുന്നു. പിന്നെ താഴെ ബമ്പറിലും വലിയൊരു ക്രോം സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. ഈ ക്രോം തന്നെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഹെഡ്ലൈറ്റിലേക്ക് ഒരു കണക്ഷൻ. ആ ഹെഡ്ലൈറ്റിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിലേക്ക് പോകുന്നു. ബിഗ് ഹെഡ്ലൈറ്റ്സ്, ഫുൾ LED ആണ്. നല്ല വിസിബിലിറ്റി ഉണ്ട്. ഞാൻ രാത്രി ഓടിച്ചപ്പോൾ അത്യാവശ്യം കൂടുതൽ ലൈറ്റ്സ് ഉണ്ട്. താഴെ ഒരു ഫോഗ് ലൈറ്റ് വന്നിരിക്കുന്നു. അതിനൊരു ചെറിയ എലിമെൻറ്റ് ഇവിടെ. ഇത് ശരിക്കും എയർ ഫ്ലോ പാസ് ചെയ്യുന്നത് തന്നെയാണ്. അത് ബ്രേക്സ് കൂൾ ചെയ്യാനും ടയേഴ്സ് കൂൾ ചെയ്യാനൊക്കെ. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടയേഴ്സ് കാണാം. ഇതിൽ വന്നിരിക്കുന്നത് തന്നെ 19-inch വീൽസാണ്. നമുക്കിവിടെ കാണാം 255 or 19-inch വീൽസാണ്. ഇത്രയും വലിയ വീലായിട്ടും ഇതിൻ്റെ വീൽ വെല്ലിൽ ഈ ടയർ വളരെ ചെറുതാണ്. അപ്പോൾ യു ക്യാൻ ഗെറ്റ് ഈ ഒരു വാഹനത്തിൻ്റെ സ്കെയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ്സ് വെരി ബിഗ്. പിന്നെ സൈഡിലേക്ക് ഈ ഒരു ബ്രിഡ് ഡൈനാമിക് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടു ചോയ്സ് ബ്രിട്ടീഷ് ഹിസ്റ്ററി. വലിയ മിറേഴ്സാണ്. വിസിബിലിറ്റി ഒരുപാടുണ്ട്. മേളിലൊരു റെയിലിംഗ് വന്നിരിക്കുന്നു. ഇതിന് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രോം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ റീഫ്രെയിലേക്കാണ് എക്സ്റ്റെൻഡ് ആവുന്നത്. ചെറിയൊരു കട്ടിങ് ആയിട്ട്. ഇറ്റ്സ് എ വെരി നൈസ് എലിമെൻറ്റ്. ആ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എലിമെൻറ്റാണ്. താഴെ ഫുഡ് സ്റ്റെപ്സ് വന്നിട്ടുണ്ട്. ആർച്ചസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ്. പക്ഷെ അത് അങ്ങനെയല്ല. അത് ഉള്ളിലേക്കൊരു കട്ട് കൊടുത്ത് പുറത്തേക്ക് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു ഭീകരത ഫീലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ എലിമെൻറ്റ് കൊടുത്തേക്കുന്നത്. നമുക്ക് സൈഡിലേക്ക് വെക്കാൻ ഒരു ഹ്യൂജ് SUV ആണ്. ബാക്കിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് വന്നു. ആ വിസിബിലിറ്റി കൂട്ടുന്നു. പിന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ലൈറ്റ്സ് കാണുന്നു. ലൈറ്റ്സ് തന്നെ ഇറ്റ് ഇസ് വെരി നൈസ്. വെൽ നീറ്റ്ലി ലെയ്ഡ് ഔട്ട് ആണ്. ലൈറ്റ്സ് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ക്രോം സ്ട്രിപ്പ്. അതിനിടെ ഒരു MGയുടെ ബാഡ്ജിങ്, വൈപ്പേഴ്സ് ഉണ്ട് പുറകിൽ. താഴെ തന്നെ 2 സൈഡിലും എക്സോസ്റ്റ് ഉണ്ട്. പക്ഷേ 4 ടിപ്പില്ല. അത് ശരിക്കും ഒറ്റ ടിപ്പ് തന്നെ ഉള്ളൂ. ദിസ് ഇസ് ദ ഡിസൈൻ എലിമെൻറ്റ്. അതൊരു ഫേക്കാണ്, ചൂടാവുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡിഫ്യൂസേഴ്സിന് ഒരു എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വർക്കിംഗ് അല്ല. ബട്ട് ഓവറോൾ ഒരു നല്ലൊരു ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ വേറെയും വാഹനം കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി സ്പോർട്ടി എലിമെൻറ്റ്. ഈ സൈഡിൽ വന്നേക്കുന്ന എലിമെൻറ്റ്, താഴെ വന്നേക്കുന്നതൊക്കെ. നമ്മൾ ഇതിൽ എടുത്ത് പറയാനെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം, നമ്മൾ രാത്രി നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ സ്മോൾ G ഇതിൻ്റെ ഉള്ളിൽ. അത് അവർ പറയുന്നില്ല, ബട്ട് ഇറ്റ് ഫീൽസ്. അവർ പറയുന്നത് ഒരു റേസ് ട്രാക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്നാണ്. പിന്നെ 4-wheel ഡ്രൈവിൻ്റെ ബാഡ്ജിങ്, സൈഡിൽ വന്നേക്കുന്ന ഒരു ടെക്നോളജി, ഇൻ്റർനെറ്റ് ഇൻസൈഡ് ബാഡ്ജിങ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ ഞാൻ എടുത്ത് പറയാതിരുന്നതും നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടൊരു സാധനമുണ്ട്. ഗ്ലോസ് എന്നുള്ള പേര്. ഐ ഫീൽ ഇറ്റ് ഇസ് ടു മച്ച്. അത് ഈ ഒരു സെയിം ഡിസൈൻ നമ്മൾ വേറൊരു വാഹനത്തിലും കാണുന്നുണ്ട്. ഓൾട്ടൂറാസ് G4.
ആ സെയിം ഇത് ഇവിടെ വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ ദേ ഡിഡ് ഇറ്റ്. അത് ദേ കുഡ് ഹാവ് ഡൺ വിത്തൗട്ട് ഇറ്റ്. ഐ പേഴ്സണലി ഫീൽ സോ. ഇത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. അകത്ത് കയറുമ്പോൾ എന്തായാലും നമുക്ക് പുറകിൽ നിന്ന് തുടങ്ങാം. റിലേറ്റീവ്ലി ഈസിയാണ്. ഈ സെൻറ്റർ വലിക്കുന്നു, ഫ്രണ്ടിലേക്ക് വന്നു, സീറ്റ് ഫുൾ ഫ്രണ്ടിലേക്ക് കയറി. കയറാനും ചവിട്ടി. ഈ സീറ്റ് ഇപ്പം ഞാൻ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ഒരു 5'10" ഇരിക്കുന്ന ആൾക്കാർ വെച്ചേക്കുന്നത്. സ്ഥലമുണ്ട്, ഇരിക്കാൻ പറ്റും. ഹെഡ് റൂം ജസ്റ്റ് തലങ്ങനെ മുട്ടുന്നുണ്ട്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ കാല് വെക്കാനുള്ള സ്ഥലമില്ല. സീറ്റിൻ്റെ അടിയിൽ ആ ഒരു ഗ്യാപ്പില്ല. അല്ലെങ്കിൽ റൂമിനെസ് ഉണ്ട്, കൈ വെക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, AC-ക്കുള്ള വെൻറ്റ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. ആകെ മൊത്തം ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ലോങ് ഡ്രൈവ്സും അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടൊന്നും പോകാൻ പറ്റുമെന്ന് പറയില്ല. കിഡ്സിന് എന്തെങ്കിലും പറ്റും. ബട്ട് ഒരു ഫാമിലിക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകാനൊക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാരേജിന് പോകണം, എല്ലാവരും കൂടി ഇരുന്ന് പോകുന്നു. അപ്പോൾ ബാക്കിൽ സ്ത്രീകൾ ഇരിക്കുകയാണെങ്കിലും സാരി കൊടുത്താണല്ലോ കയറുക. അവർക്കൊന്നും ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. പോകുന്നു, തിരിച്ചു വരുന്നു. വെരി സ്പേഷ്യസ്, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. അത്യാവശ്യം നല്ല AC-യും കൂളിങ്ങും ഒക്കെ വിസിബിലിറ്റി ഉണ്ട്. ഒരു റൂമിനെസ് ഫീൽ ചെയ്യും. ക്ലോസ്ട്രോഫോബിക് അല്ല. ഐ ഫീൽ ഇറ്റ്സ് നോട്ട് ബാഡ്. ഐ വോണ്ട് സേ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സീറ്റ്സ്. ബട്ട് എന്ത് പറഞ്ഞാലും കോമ്പറ്റീഷനെക്കാട്ടിലും ഭേദമാണ്. സ്ഥലമുണ്ട്. സോ ഇറ്റ്സ് വെരി നൈസ്. പിന്നെ നമുക്ക് നടുക്ക് സീറ്റിൽ കയറിയിരിക്കാം. നടുക്കത്തെ സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് ഫസ്റ്റ്. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. കൈയൊക്കെ വെക്കാം. ഓരോ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കൈ ഇങ്ങനെ വെക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ആണെങ്കിലും വെക്കാം. സീറ്റ് ഇനിയും പുറകിലേക്ക് പോകും. ഭാഗം മൊത്തം ഇത്ര എത്തും. ഈ സീറ്റിൽ നമ്മൾ ആദ്യം കയറി കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നത് ദിസ് ഹ്യൂജ് പാനറാമിക് സൺറൂഫാണ്. പിന്നെ വലിയ മിറേഴ്സാണ് എല്ലായിടത്തും, വിൻഡോസാണ്. അപ്പോൾ വിസിബിലിറ്റി എവിടെയും കട്ടാവുന്നില്ല. അപ്പോൾ ഒരു ഫുൾ റൂമി അറ്റ്മോസ്ഫിയർ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. കുറച്ച് വലിയ ക്ലോസ്ട്രോഫോബിക് അല്ല. നമുക്ക് നല്ല സൈറ്റ് ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്. ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നതിനകത്ത്. പിന്നെ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ടുള്ള AC ആണ്. അപ്പോൾ നമുക്ക് AC-യുടെ കൺട്രോൾസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സീറ്റിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഉള്ളൊരു വെറൈറ്റി സാധനമാണ്. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക, ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പില്ലുമായി, ഒരു ആംഗിൾ വെക്കണം, ഒരു പില്ലുമായി. പിന്നെ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല. ഇരുന്നുറങ്ങാൻ പറ്റും. സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ അറിയത്തേ ഇല്ല. ബാക്കി നമ്മൾ കാര്യങ്ങൾ യാത്രയിൽ സംസാരിക്കാം. Stand down for the best now. Take my time, you better pay up in the next stop. Throw a rollie with a iced out, turned out. I see when the time's out. Get my burst out. പുതിയ ഗ്ലോസ്റ്ററിന്റെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീറ്റിലേക്ക് കയറിയാൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഇതിന്റെ സീറ്റിന്റെ വലിപ്പവും കംഫർട്ടബിൾനെസ്സും ആണ്. നല്ല വലിപ്പമുള്ള സീറ്റാണ്, നല്ല സപ്പോർട്ടിംഗ് ആണ്. സൈഡിലൊക്കെ ബോൾസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് തെറിച്ചൊന്നും പോകില്ല. ഒരു പ്രശ്നമുള്ള ഇതിന്റെ ലംബാർ സപ്പോർട്ടാണ്. ലംബാർ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ എന്നാലും ഇച്ചിരി തള്ളി നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അത് ബാക്ക് സീറ്റിലും സൈഡ് പാസഞ്ചർ സീറ്റിലും ആ സെയിം പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ വളരെ ചെറിയ സ്റ്റിയറിംഗ് വീലാണ്, സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി നൈസ്. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ബീഫി ആവുമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത കൺട്രോൾസ് ഇല്ല. നമുക്ക് എല്ലാ ഈ 2 സ്ക്രീനും ഇതിലുള്ള കാര്യങ്ങളൊക്കെ മേറ്റാൻ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. പക്ഷേ ഇച്ചിരി കൂടി പോയ പോലെ ഫീൽ ചെയ്യുന്നു. ബട്ട് എല്ലാം യൂസബിൾ ആണ്. എല്ലാം വളരെ നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺസ് ആണ്. യൂസ് ചെയ്യാനും ഭയങ്കര സുഖമാണ്. സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ബാക്കിൽ പാഡൽസ് വന്നിട്ടുണ്ട്, അലുമിനിയം ഫിനിഷ് ആയിട്ടുള്ള. ഇറ്റ് ഇസ് വെരി റെസ്പോൺസീവ്. ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഷിഫ്റ്റ് ചെയ്യാത്തതിൻ്റെ പോരായ്മ നമുക്ക് ഇവിടെ നികത്താൻ പറ്റും. ഒന്ന് ശീലമായി വന്നാൽ മാത്രം മതി. പിന്നെ ബാക്കിൽ വന്നിരിക്കുന്ന സ്വിച്ച് ഗിയറിൻ്റെ ഒക്കെ ക്വാളിറ്റി വെരി നൈസ്. നല്ല ഫീൽ ഉണ്ട് വീഴുമ്പോൾ ഒക്കെ. ബാക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് മാത്രം ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻസ് എന്ന് വേണമെങ്കിൽ പറയും ഇതിനകത്ത്. കാരണം ഇതാണ് ഏറ്റവും വലുതെങ്കിലും എനിക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുള്ള സ്ക്രീൻ ഇതാണ്. ഇവിടേക്ക് വന്നാൽ തന്നെ ഗിയർ ലിവർ ഒരു യോട്ട് ഇൻസ്പയർഡ് ആണ്. അത് നമുക്ക് വേറെ വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവരുടേതായ രീതിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നു. വെരി നൈസ്. സൈഡിൽ ബട്ടൺസ് ഉണ്ട്. ബട്ടൺസ് ഹീൽ ഡിസൈൻഡ്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ, ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ, പാർക്കിങ്ങിൻ്റെ. പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത 4x4 ആയതുകൊണ്ട് ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്. അതിൻ്റെ ബട്ടൺ ഇവിടെയാണ്. ഈ സൈഡിൽ വെന്റിലേഷൻ്റെയും സീറ്റ് ഹീറ്റിങ്ങിൻ്റെയൊക്കെയാണ്. എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, ഈ വാഹനത്തിലെ ഡ്രൈവർ സീറ്റിന് മാത്രമേ മസാജ് ഫംഗ്ഷനും
വെന്റിലേഷനും കൊടുത്തിട്ടുള്ളൂ. അതവർ ശരിക്കും പറഞ്ഞാൽ പാസഞ്ചർ സീറ്റിനും പറ്റിക്കഴിഞ്ഞാൽ ബാക്ക് സീറ്റിനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഐ ഫീൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. കാരണം എന്തായാലും ഇതൊരു ഷോഫർ ഡ്രിവൺ കാറാണ്. പിന്നെ ആ സൈഡിലൊരു ഫീച്ചർ എനിക്ക് കൂടുതൽ ഗ്രാബ് ഹാൻഡ് ഉണ്ട്. അപ്പോൾ കയറാനും ഇറങ്ങാനും വളരെ സിമ്പിളാണ്. ബാക്കിലുണ്ട് അത് പാസഞ്ചർ സൈഡിലും ബാക്ക് സൈഡിലും മാത്രമേ ഉള്ളൂ. ഇവിടെ വേണം, ഇവിടെ ആകുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ച് കയറണം, ഒരു സുഖമില്ല. പിന്നെ നടുക്ക് ഹ്യൂജ് സ്പേസ് ആണിത്. ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട് ചാർജ് ചെയ്യാനും പിടിക്കാനും. ഇവിടെ വന്നേക്കുന്ന ഡ്രൈവ് മോഡ്സിൻ്റെ സെലക്ഷനാണ്. ഡ്രൈവ് മോഡ്സിൽ ഓഫ് റോഡിൻ്റെ സെലക്ഷൻ ഉണ്ട്, പിന്നെ ഡ്രൈവ് മോഡ്സ് വേറെയുണ്ട്. ആകെ മൊത്തം സീറ്റിൽ കയറി കഴിഞ്ഞാൽ വെരി ലക്ഷൂറിയസ്. ഒരു സാധാരണ ഒരു എന്താ പറയുക, ഫസ്റ്റ് ടൈം ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഒരാൾക്ക് ദിസ് വിൽ ബി എ ഹ്യൂജ് സ്റ്റെപ്പ് അഹെഡ്. കാരണം ബാക്കി എൻ്റെ കോമ്പറ്റീഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ലക്ഷറി ഫീച്ചേഴ്സും ടെക്നോളജിയും ഇറ്റ് ഈസ് ജസ്റ്റ് ടു മച്ച്. ആൻഡ് സ്പേസ് ഒരുപാടുണ്ട്, അത് പറയേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ടു മച്ച്, വെരി നൈസ്. നമുക്കിത് ബാക്കി ഡ്രൈവിൽ കാണാം. ഈ പുതിയ ഗ്ലോസ്റ്റർ നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ എഞ്ചിന്റെ പവർ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ അത് 2000 RPM വരെ വളരെ ഡെഡാണ്. ആ 2000 RPM ശേഷവും അത് പെട്ടെന്ന് ആ ട്വിൻ ടേബോസ് എല്ലാം കൂടെ ആക്ടിവേറ്റ് ആയിട്ട് ഒരു ജമ്പും വരാണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ കോൺഫിഗറേഷൻ മിസ്റ്റേക്ക് നമുക്ക് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ കിട്ടും അത്. പിന്നെ എഞ്ചിന്റെ ഗിയർ റേഷ്യോസ് ഒക്കെ കുറച്ചും കൂടെ ലാഗ് ഉള്ള കാരണം ഇതൊരു ലീനിയർ ആക്സലറേഷൻ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതൊരു ഹൈവേ ക്രൂസറാണ്. നമ്മൾ സിറ്റി ട്രാഫിക്കിൽ എന്തായാലും ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഒരു മാച്ച് ഇല്ലാത്ത പോലൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഹൈവേസിൽ വെരി ഗുഡ്. ഇത് 8 സ്പീഡാണ്, 8 സ്പീഡ് ഇലക്ട്രോണിക് ഗിയർ ബോക്സ് ആണ്. അത് ഹൈ സ്പീഡ് എത്തി നമ്മൾ ക്രൂസിംഗ് സ്പീഡ് എത്തുമ്പോഴാണ് ആ ഗിയർ ബോക്സിന്റെ തന്നെ ഒരു ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. സോ ദിസ് ഈസ് ഓബ്വിയസ്ലി ഇതിന്റെ പേർപ്പസ് തന്നെ അതാണ്. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് പറഞ്ഞ ലോങ് ഡ്രൈവ് ഒക്കെ പോയി ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ കാർ. അത് ഫുൾ ഫാമിലിക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനായി ആവശ്യമുള്ള ലഗേജ് വെക്കാനും അതും കൂടുതലും ഉള്ള സ്ഥലമുണ്ട് വണ്ടിക്കകത്ത് എന്തായാലും. പിന്നെ സ്റ്റിയറിംഗ് എടുക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ ബട്ടൺസ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ആയിപ്പോയി. കാരണം അതിന് കാരണം എന്താ വെച്ചാൽ ഈ നടുക്കുള്ള MDI സ്ക്രീനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ റേഡിയോന്റെ അതായത് ഏത് മീഡിയ പ്ലേ ചെയ്യുന്ന അതിന്റെ കിട്ടും, നാവിഗേഷൻ കിട്ടും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ MDI സ്ക്രീൻ ഉണ്ട്, അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ബേസിക് സ്ക്രീൻ, ആ ബേസിക് സ്ക്രീനിനകത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എത്ര സമയമായി, ആ സമയത്തിനിടയിൽ നമ്മുടെ ആവറേജ് സ്പീഡ്, ആ സമയത്ത് നമ്മൾ എത്ര കിലോമീറ്റർ പോയി, ആ സമയത്ത് നമുക്ക് ആവറേജ് ഫ്യൂൽ അത് കിട്ടും. അതുകൂടാണ്ട് ഈ വാഹനം റീസെറ്റ് ചെയ്തതിനു ശേഷം ഉള്ള ഈ ഡീറ്റെയിൽസ് മുഴുവൻ, അതായത് ഇപ്പോൾ റീസെറ്റ് ചെയ്തിട്ട് 356 കിലോമീറ്റർ ആയി. അപ്പോൾ ആ സമയത്ത് ഉള്ള ആവറേജ് ഫ്യൂവൽ നമുക്ക് കാണിക്കുന്നുണ്ട് 7.5 ആണ്. ഇൻസ്റ്റന്റ് ഫ്യൂവൽ ഇപ്പോൾ നമ്മളൊരു ക്രൂസിംഗ് സ്പീഡൊക്കെ ആണെങ്കിൽ നമുക്ക് 8 കിലോമീറ്റർ കാണിക്കും. അത് കൂടാണ്ട് ഫ്യൂവലിന്റെ റേഞ്ച് ഉണ്ട്, അതിൽ മെയിൻ്റനൻസ് ആയത് അടുത്ത സർവീസ് ഡ്യൂവിനുള്ള ഡേറ്റ് ഉണ്ട്, ബാറ്ററിയുടെ വോൾട്ടേജ് ഉണ്ട്. ഐ ഹാവ് നോ ഐഡിയ വൈ അത് കാണിക്കുന്നത്, പക്ഷെ അതും ഉണ്ട്. ടയർ പ്രഷർ മോണിറ്റർ ഉണ്ട്, 4 ടയേഴ്സിനും എത്ര പ്രഷർ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ടു മച്ച് ഇൻഫോ. പിന്നെ ഒരു സ്ക്രീനിൽ സ്പീഡ് മാത്രം കാണിക്കാറുണ്ട്. ഇൻസ്റ്റന്റ് ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്. പിന്നെ ഇത് ഒരൊറ്റ സ്ക്രീനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിംഗ്സിന്റെ മെനു ഉണ്ട്. പിന്നെ ലെയിൻ അസിസ്റ്റിന്റെ ഒരു കാണാൻ പറ്റും ഇതിനകത്ത്. ബ്ലൂടൂത്തിന്റെ ഫോണാണെങ്കിൽ അതിന്റെ ഡയലിസ്റ്റ് മൊത്തം ഇതിനകത്ത് കാണിക്കും. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് റിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇറ്റ് സോ സിമ്പിൾ. അത് യൂസ് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളാണ്. പിന്നെ ഒരു സംഭവം പറയേണ്ടിയിരിക്കുന്നു, ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒച്ച അപാരമാണ്. അതെല്ലാവരും അത് തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെ നോക്കിയാലും നമുക്കൊരു ലക്ഷറി ഫീലാണ് വാഹനത്തിനകത്ത്. കോമ്പറ്റീഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മേളിൽ എല്ലാ രീതിയിലും ഈ വാഹനം ഇറ്റ് ഈസ് എ ബിറ്റ് ഓവറാണ്. അപ്പോൾ ഈ ഒരു രീതിയിലും ഫീച്ചർ ലിസ്റ്റിനെ പറയേ വേണ്ട. ഐ വിൽ ബി ഷോയിങ് എ ഹ്യൂജ് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ഇതിന്റെ. അത് ഓട്ടോണമസ് ഫീച്ചേഴ്സ് ഉണ്ട്, ലെവൽ 1. അത് ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു വീഡിയോ ആക്കാറുണ്ട്. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്റർനെറ്റ് കാറാണ് അത്. ഇന്റർനെറ്റ് കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വെതർ അപ്ഡേറ്റ്സ് കിട്ടും, ലൈവ് വെതർ അപ്ഡേറ്റ്സ്. അതുകൊണ്ട് നാവിഗേഷൻ അപ്ഡേറ്റ്സ് ഉണ്ട്, ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു സ്പീഡ് ബംപ് ഉണ്ടോ, ഫ്രണ്ടിലൊരു വളവാണോ, സ്പീഡ് ബ്രേക്കർ ഉണ്ടോ, ഒക്കെ ഇതിനകത്ത് ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഗാന ആപ്പായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. അപ്പോൾ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സോങ്സ് ഇതിനകത്ത് ഫുൾ ടൈം പ്ലേബിൾ ആണ്. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓവർ ദി എയർ ആണ്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയണ്ട. എപ്പോഴാണ് ഈ നെക്സ്റ്റ് സർവീസ് ഡ്യൂ, ആ സർവീസിനുള്ള ബുക്കിംഗ്, അതൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാം. ഇതിനൊരു കണക്ടിംഗ് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഉണ്ട്. പിന്നെ ഇത് ഫുള്ളി സ്മാർട്ട് ആയിട്ടുള്ള HiMG സിസ്റ്റം
ഇതിലുണ്ട്. എനിക്കും ഇത് ഇതുവരെ വർക്കായിട്ടില്ല, ബട്ട് വർക്കായിട്ടുള്ള ആൾക്കാരുണ്ട്. മേ ബി മൈ ആക്സെന്റ് ഇസ് നോട്ട് റൈറ്റ്. സെന്റർ സ്ക്രീൻ തന്നെയാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇറ്റ്സ് എ ഹ്യൂജ് 12.5 ഇഞ്ച് ടച്ച് സ്ക്രീൻ പാനലാണ്. പക്ഷെ ഇച്ചിരി അമർത്തി യൂസ് ചെയ്യാണ്ട്, ബട്ട് ദ റെസൊല്യൂഷൻ ബാക്കിയെല്ലാം സ്ക്രീനിന്റെ ലൈറ്റിംഗ്, ബ്രൈറ്റ്നസ് അതൊക്കെ വെരി ഗുഡ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾസ് കാണാം നമുക്ക്. സ്റ്റാൻഡേർഡ്, വെരി സിമ്പിൾ ടു യൂസ്. AC വെൻസ് ആണെങ്കിലും വളരെ നീറ്റായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയും നമ്മൾ കാണാത്ത രീതിയിൽ. യു സി ഇൻസ്പിറേഷൻ ഫ്രം എ ലോട്ട് ഓഫ് ബ്രാൻഡ്സ്, ബട്ട് ദാറ്റ് ഓൾ ഒരു ഹോൾ പാക്കേജ് ആയിട്ട് കാണുമ്പോൾ ലുക്സ് വെരി നൈസ്. നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ പ്ലത്തോറ ഓഫ് ബട്ടൺസ്. നമുക്ക് ഒരുപാട് ബട്ടൺസ് കാണാൻ പറ്റും. ഹിൽ ഡിസെന്റ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ, ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിനുള്ളത്, പിന്നെ ഓട്ടോമാറ്റിക് പാർക്ക് അസിസ്റ്റിനുള്ളത്. ഓഫ് റോഡ് മോഡ്സ് ഞാൻ ഇപ്പൊ ഉപയോഗിക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല. കാരണം ഇപ്പൊ പോയ സ്ഥലം ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച്. അപ്പോൾ ശരിക്കും അങ്ങനെ ഓഫ് റോഡ് മോഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിൽ തന്നെ നമുക്ക് റോക്ക്, സാൻഡ്, മഡ്, സ്നോ. അപ്പൊ അവിടെ നമുക്ക് ചെറിയൊരു ചെളിയ മഡ് കിട്ടും നോക്കി. ബട്ട് സ്റ്റിൽ ഇത് ഓട്ടോമാറ്റിക് മോഡിലാണെങ്കിലും മഡ് മോഡിലാണെങ്കിലും സെയിം ഒരേപോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. അതിനി കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ, ദാറ്റ് ഇസ് ഓൾസോ ദർ. വെരി വെൽ ലേഡ് ഔട്ട് ആണ്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ്ങിന്റെ പാനലൊക്കെ അത് ഉള്ളിൽ നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. നമ്മളിത് ഹൈവേസിലൊക്കെ പോകുമ്പോൾ നല്ല സ്മൂത്ത് റോഡ്സ്, നല്ല ഒഴുകി പോകുന്ന റോഡ്സ് ആണെങ്കിൽ അറിയത്തേ ഇല്ല. ഇറ്റ് ഇസ് വെരി ഗുഡ്, വെരി സ്മൂത്ത്, വെരി സോഫ്റ്റ്. ഹൈവേസിലൊക്കെ പിന്നെ നമുക്ക് ലോങ് ഡ്രൈവ്സിനൊക്കെ പോകുമ്പോഴാണ് അത് ആവശ്യം കൂടുതൽ. പക്ഷേ സിറ്റീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിറ്റീസിൽ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ബാഡ് റോഡ്സ് ഉണ്ടാവും. അത് ശരിക്കും ക്യാബിനകത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഫുള്ളി ഡ്രൈവർ സെൻട്രിക് ആയിട്ടല്ല അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഓടിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം കൈവട്ടത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ തന്നെ ഇത്രയും വലിയ സ്ക്രീനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഒരു ഹോം ബട്ടൺ ഉണ്ടെന്ന് പറയാം. പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു ഹോം ഉണ്ട്, പിന്നെ സൈഡിൽ ഒരു ബട്ടൺ തന്നെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ. ദാറ്റ് ഇസ് ഓൾ നൈസ് ഫീച്ചേഴ്സ്. ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നടുക്കുള്ളതിന്റെ ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ ഈ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും രണ്ടറ്റത്തേക്കായി പോയിട്ടുണ്ട്. അപ്പൊ അത് ഇച്ചിരി വിസിബിലിറ്റി കുറവാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കാരണം നടുക്ക് ഉള്ള സ്ക്രീനിൽ യു ഗെറ്റ് മോർ ദൻ എനഫ് ഇൻഫർമേഷൻ. ബട്ട് എടുത്ത് നിപ്പിക്ക് ചെയ്ത് പറയുമ്പോൾ സ്മോൾ തിങ്സ്. നമ്മൾ ചെറിയ റോഡുകളിൽ കൂടെ ഓടിക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. വലിപ്പം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. പിന്നെ ഒരു സംഭവം ഇതിന്റെ ബ്രേക്ക് ഔട്ടുമ്പോൾ ആ സോഫ്റ്റ് സസ്പെൻഷൻ ആയതിന്റെ ഒരു ആട്ടം ഉണ്ട്, അത് കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിന്റെ സസ്പെൻഷൻ അതായതുകൊണ്ട് തന്നെ ഇതൊരു യാത്രാസുഖത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് തന്നെ പറയാം. കാരണം ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഞാൻ നേരത്തെ ബാക്ക് സീറ്റിൽ ഇരുന്നപ്പോഴും യാത്രാസുഖം വളരെയധികം ഉണ്ട്. സ്ഥലം പിന്നെ ഒരുപാടുണ്ട്. അവിടെ ഇവിടെ ഒക്കെ സ്ഥലമാണ്. എന്ത് വെക്കാനാണെങ്കിലും, വെക്കാതിരിക്കാനാണെങ്കിലും, ഇരിക്കാനാണെങ്കിലും, കാല് നീട്ടി വെക്കാനാണെങ്കിലും, ഹെഡ് റൂം, എല്ലാ രീതിയിലും ദർ ഇസ് ടു മച്ച് സ്പേസ്. ഇത് സത്യത്തിൽ ഒരു ഓവർ ദ ടോപ്പ് തന്നെയാണ്. ശരിക്കും ലെവൽ 6 ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് മോഡ്. ഇത് ലെവൽ 1 ആണ്. ഇതിനകത്ത് നമുക്ക് വാർണിംഗ്സ് തരുക ചെയ്യാം. ഓരോ സാധനങ്ങളും അത് ഡിറ്റക്ട് ചെയ്തിട്ട് വാർണിംഗ്സ് തരും. ഇപ്പോ സൈഡിൽ എന്തെങ്കിലും വാഹനങ്ങളോ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് അലേർട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാണ്ടാണ് ലെയിൻ ചേഞ്ച് നടത്തിയെന്നുണ്ടെങ്കിൽ ബാക്കിലൊരു വാഹനം ഉണ്ടെങ്കിൽ അത് ബീപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ ലെയിൻ ക്രോസ് ചെയ്യുമ്പോൾ അത് ലെയിൻ അസിസ്റ്റന്റിന്റെ ബീപ്പും തരും. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, കാരണം അത് നമ്മൾ ഡയറക്ഷൻ മാറാൻ പോകുന്ന അറിയാം. അപ്പൊ അങ്ങനത്തെ വെരി സ്മാർട്ട് നമ്മൾ പല വണ്ടിയിലും കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഉണ്ട്. ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഇത്രയും വലിയ വാഹനമായതുകൊണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് കാര്യം തന്നെ പറയാൻ പറ്റും. കാരണം വലിപ്പം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ഈ പാർക്ക് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ സ്പേസസിൽ പോകുമ്പോഴും ഇത് അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനൊരു 360 ഡിഗ്രി ക്യാമറ ഉള്ളതാണ് ഒരു പ്ലസ് പോയിന്റ്. പക്ഷെ റെസൊല്യൂഷൻ കുറവാണ്. പക്ഷെ എന്നാലും യു ഗെറ്റ് ഓൾ ദി വ്യൂ. നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ ഈ ഒരു വാഹനത്തിന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു ഷോഫർ ഡ്രിവൺ കാർ ആവാനാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ടും കാരണം ബാക്ക് സീറ്റ് കംഫർട്ടും പാസഞ്ചർ കംഫർട്ടും വണ്ടിയുടെ യാത്രാ സുഖമാണ് ഇതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഷോഫർ ഡ്രിവൺ കാർ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഷോഫർ ഡ്രിവൺ കാർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയുണ്ട് നോക്കാം. ദാറ്റ് ഇസ് നെക്സ്റ്റ്. ഗ്ലോസ്റ്ററിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറുമ്പോഴാണ് ഇതിന്റെ സ്ഥലത്തിന്റെ ഒരു മാസീവ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് സിംപ്ലി ടു ബിഗ്. എല്ലാ രീതിയിലും ഓവർ തന്നെ പറയുന്നത് കറക്റ്റാണ്.
കാരണം പാനോറാമിക് സൺറൂഫ് ഇവിടെ വരണ്ട്, നമുക്ക് സൈറ്റ് എവിടെയും കട്ടാവുന്നില്ല. ഇപ്പൊ ഞാൻ ഈ സീറ്റ് ഇപ്പൊ മാക്സിമം ബാക്കിലേക്ക് ഇട്ടിരിക്കും, ഇതിന് ഫ്രണ്ടിലേക്ക് ആക്കാൻ പറ്റും. ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ലീ റൂം ഉണ്ട്. ഇതിപ്പോ ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ ഇരിക്കുന്നതിന് പാകത്തിന് വെച്ചേക്കുന്നത്. ഞാനിപ്പോ 5-10 ഉണ്ട്, 5-10 ഒരു അത്യാവശ്യത്തിന് സ്ഥലം ലീ റൂമൊക്കെ ബാക്കി വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിപ്പോ എന്നിട്ട് ഞാൻ സീറ്റ് ഫുൾ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടും എനിക്ക് സ്ഥലമുണ്ട്, ഐ ഹാവ് സ്പേസ്. എനിക്കത് ഫുൾ സീറ്റ് ബാക്കിലേക്ക് ആക്കാം. ഫുൾ സീറ്റ് ബാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിലത്തെ സീറ്റിന് ഇച്ചിരി ഒരു ക്രാംഡ് ആവും, പക്ഷെ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ ഇത് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും. കൈവെക്കാൻ ഒരു സ്ഥലം, അത് ഇറ്റ്സ് എ വെരി നൈസ് ഫീച്ചർ. അത് 4 സൈഡിലും ഉണ്ട്. കട്ടിൽ കൈവെക്കാം, കൈ ഇവിടെ വെക്കാം. അപ്പോൾ നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സോഫ തന്നെയാണ് ഇതിന് ബാക്കിൽ MG നൽകിയിട്ടുള്ളത്. അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണം. പിന്നെ എടുത്തെടുത്ത് പറയേണ്ട സാധനം ദിസ് സൺറൂഫ് ആൻഡ് ഹ്യൂജ് വിൻഡോസ്. ഇപ്പൊ ഗ്രീൻ റൂം വളരെ വലുതായതുകൊണ്ട് കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വണ്ടിക്ക് അത് ഓൾറെഡി സ്പേസ് ഉണ്ട്, പിന്നെ നമുക്ക് പുറത്തുനിന്ന് എവിടെ നമുക്ക് വിഷൻ കട്ടാവാത്തതുകൊണ്ട് അതും സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ഒരു എയറി, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര ഒരു റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നടുക്ക് ഇവിടെ 6 സോൺ AC കണ്ടിട്ടുണ്ട്. 6 സോൺ അല്ല, 3 സോൺ. ബാക്കറ്റ് ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇതിന്റെ നമുക്ക് ഈ 2 സാധനമായിട്ട് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. പിന്നെ വരുന്നത് ഈ സീറ്റ്സിന് തന്നെ ഇപ്പുറത്തെ സൈഡിന്റെ സീറ്റിന് ഒരു ചെറിയ കപ്പ് ഹോൾഡർ ഉണ്ട്, 2 പേർക്ക് കപ്സ് വെക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് പോലെ ഉണ്ട്, നമുക്ക് ഫോണൊക്കെ വെക്കാൻ പറ്റും. പിന്നെ നടുക്കൊരു വലിയ സ്ഥലം ഉണ്ട്, അതിൽ കൂടെ നടക്കാൻ ബാക്കിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം. പക്ഷെ ഈ സീറ്റും ഫ്രണ്ട്ലി ആക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഒരു കുറ്റം പറയാൻ ഈ സീറ്റിനുള്ളത് ലംബാർ സപ്പോർട്ടാണ്. അത് ഫ്രണ്ടിലത്തെ സീറ്റ്സിനും ഉള്ള പോലെ തന്നെ ബാക്കിലത്തെ സീറ്റിനും ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലംബാറിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഉണ്ട്, നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും, ഇരിക്കുമ്പോൾ ഒരു ചെറിയ തള്ളിച്ച പോലെ. അതൊരു മാത്രം ഒരു കുറ്റമായിട്ട് ബാക്ക് സീറ്റിന് പറയാനുള്ളൂ. അല്ലെങ്കിൽ ആകെ മൊത്തം ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ സസ്പെൻഷൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഷോഫർ ഡ്രിവൺ കാർ ആണെങ്കിൽ അത് ബാക്ക് സീറ്റിലിരുന്ന് ഇങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ ദർ ഇസ് നത്തിങ് എൽസ്. കാരണം സീറ്റ് നമ്മൾ മാക്സിമം ബാക്കിലേക്ക് അയക്കി കഴിഞ്ഞാൽ ആ ലംബാർ സപ്പോർട്ടിന്റെ പ്രശ്നം ഇല്ലാണ്ടാവാണ്. കാരണം അത് എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര ചെയ്യാൻ ദിസ് ഇസ് ദ കാർ ഡെഫിനറ്റ്ലി എനി ഡേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആരും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ഒരു മാരക ഡ്രൈവറായി ഞാൻ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ അധികം നേരം ഇരുന്നാൽ ശരിയാവില്ല. ഗോയിങ് ബാക്ക് ടു ഡ്രൈവർ സീറ്റ്. അങ്ങനെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഈ ഷോ നമുക്ക് എൻഡ് ചെയ്യാം. ഹെക്ടർ ഡെഫിനറ്റ്ലി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി ആ സെഗ്മെന്റിൽ. ആ സെയിം ഇമ്പാക്ട് ഗ്ലോസ്റ്ററിന് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇപ്പൊ ആ സെഗ്മെന്റിൽ ഉള്ള കോമ്പറ്റീഷൻ കുറവാണ്. ഇങ്ങനത്തെ ഒരു വാഹനം, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആൾക്കാർ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഫോർ ഇറ്റ്. കാരണം ടെക്നോളജി വൈസും ഫീച്ചേഴ്സ് വൈസും ബാക്കി ഇതിന്റെ കോമ്പറ്റീഷനെക്കാട്ടിലും ഒരു പടി മുന്നിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുമ്പോഴും ഒരുപാട് സാധനങ്ങൾ കൂടുതലുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി പ്രൈസും കുറവാണ്. ഡെഫിനറ്റ്ലി ഇത് എന്തായാലും ബയേഴ്സ് ഉണ്ടാവും, അതിൽ നോ ഡൗട്ട്. പക്ഷെ അപ്പോഴും പറയുന്നു ഇതൊരു ഡ്രൈവേഴ്സ് കാറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നേരത്തെ പറഞ്ഞ പോലെ 2 എഞ്ചിനുമായിട്ടാണ് ഗ്ലോസ്റ്റർ വരുന്നത്. ഒന്ന് 2 ലിറ്റർ സിംഗിൾ ടർബോ മാത്രമുള്ള, ഒന്ന് ആ സെയിം 2 ലിറ്റർ ട്വിൻ ടർബോ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ആ ട്വിൻ ടർബോ മോഡലാണ്. ദിസ് പ്രൊഡ്യൂസസ് ക്ലോസ് ടു 218 ഹോഴ്സ് പവർ, 218 ഹോഴ്സ് പവറും 400 ചില ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ 2 ഫിഗേഴ്സും നമുക്ക് ശരിക്കും പറയാം പ്രാക്ടിക്കൽ യൂസിന് വരുന്ന ഒരു 2000 RPM ശേഷമാണ്. ആ 2000 RPM ശേഷമാണല്ലോ ഇതൊക്കെ ഭയങ്കര പെട്ടെന്ന് വരുന്നത്. അപ്പൊ അതുവരെ ഒരു എഞ്ചിൻ ഡെഡ് ആയിട്ടുള്ളൊരു ഫീലും, പിന്നെ അത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജമ്പുമാണ് വരുന്നത്. 2000 ആ ഒരു ജസ്റ്റ് താഴെ. പിന്നെ ഗിയർ ചേഞ്ചും ഇച്ചിരി സ്ലഗിഷ് ആണ്. അങ്ങനെ ഈ ഒരു 2 സാധനം കൊണ്ട് നമുക്ക് ഈ സ്പോർട്ടി ക്യാരക്ടറിസ്റ്റിക്സ് അല്ല കാറിന്റെ ഡ്രൈവിങ്ങിലുള്ള. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ലീനിയർ ആക്സിലറേഷൻ ആണ്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കാം, നമ്മള് കാല് ഫുള്ള് കൊടുത്താലും കയറുന്നത് ഒരു പരി പോലെ തന്നെയാണ്. പിന്നെ അതല്ല, നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആക്സിലറേഷൻ ഒക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് മാനുവലായിട്ട് ഗിയർ ചേഞ്ച്, പാഡൽ ഷിഫ്റ്റ് വെച്ച് നടത്താനും പറ്റും. പക്ഷെ കിക്ക് ഡൗൺസ് ഇച്ചിരി സ്ലോ ആണ്. അതുപോലെ തന്നെ ഗിയർ അപ്പ് ആവുന്നതും സ്ലോ ആണ്. ഇത് രണ്ടാണ് ഡ്രൈവിംഗ് രീതിയിലുള്ള. ഡൈനാമിക്സ് പറയുമ്പോൾ ഇതിന്റെ സസ്പെൻഷൻ ഇച്ചിരി സോഫ്റ്റ് ആയതിന്റെ പേരിൽ ബോഡി റോള് ഇച്ചിരി നല്ലപോലെ ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും അത്. പിന്നെ ഇറ്റ് ഇസ് എ വെരി ബിഗ് കാർ. ഈ ബോഡി റോൾ ഉള്ള കാരണം തന്നെ നമുക്ക് വണ്ടിയുടെ വലിപ്പം ശരിക്കും മനസ്സിലാവും. ശരിക്കും വെയിറ്റ് ഉണ്ടെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വീതി ഉണ്ടെന്നും നീട്ടുണ്ടെന്നും മനസ്സിലാവും. നമുക്ക് കൊണ്ടിറക്കുമ്പോൾ അതും പ്രത്യേകിച്ച് ഈ ചെറിയ റോഡുകളൊക്കെ പോകുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്. കുറച്ചും കൂടെ റെസ്പോൺസീവ് ആവായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നത്, കുറച്ചും കൂടെ സ്റ്റിഫായിട്ട്. അത് എൻ്റെ ഓടിക്കലിന്റെ വ്യത്യാസങ്ങളാണ്. ഐ ലൈക്ക് ദാറ്റ് മച്ച് മോർ. ഇത് പക്ഷെ ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഹൈവേസിൽ പോകുമ്പോൾ ഫ്ലാറ്റിലാണ്, നമുക്ക് അത്യാവശ്യം ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്.
തെറ്റൊന്നും പറയാനില്ല. കൺട്രോൾസ് ആണെങ്കിലും നമ്മുടെ കൈവട്ടത്തിൻ്റെ എല്ലാം യൂസബിൾ ആണ്, നല്ല ബട്ടൺസ് ആണ്, ആസ് ഐ സെഡ് ബിഫോർ. പിന്നെ ഇതിന്റെ സീറ്റ് ഞാൻ പറഞ്ഞ് ഇച്ചിരി സപ്പോർട്ടർ പ്രശ്നമുള്ള കാരണം അത് ലോങ് ഡ്രൈവ്സിന് ബാധിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇപ്പൊ ഞാൻ പോയ ഇത്രയും ഇന്നലെ ഒരു 3.5 hours കണ്ടിന്യൂസ് ഓടിച്ച് 4 hours ക്ലോസ് ടു കണ്ടിന്യൂസ് ഓടിച്ചിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പറയത്തക്ക. പിന്നെ ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡും പിന്നെ ചെറിയ മസാജ് ഫംഗ്ഷനൊക്കെ ഉള്ള കാരണം വെല്ലെങ്കിൽ ഓടിക്കുന്ന ആൾക്ക് എന്തായാലും ബുദ്ധിമുട്ടില്ല. പിന്നെ ബാക്കിലത്തെ ആൾക്കാർക്കും സീറ്റും അത്യാവശ്യം കൂടുതൽ സ്പേസ് ഉള്ള കാരണം ഡിസ്കംഫർട്ട് ഒരിക്കലും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് പറയേണ്ട ഒരു സാധനം, ഹെഡ്ലൈറ്റ്സ് വെരി പവർഫുൾ. അത് ഇന്നലെ രാത്രി ഓടിച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി. അപ്പോൾ ആ യൂസബിലിറ്റി ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അകത്ത് ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് പുറത്ത് നല്ല ഹാർഷ് സൺലൈറ്റ് ആണെങ്കിലും നമുക്ക് വൃത്തി കാണാൻ പറ്റുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ടച്ച് കൺട്രോൾസ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ടും ഭയങ്കര യൂസബിൾ ആണ്. ഈ വാഹനത്തിന്റെ മെയിൻ എടുത്ത് പറയേണ്ട 2 ഫീച്ചേഴ്സ് ഇതിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയും പിന്നെ ഇതിന്റെ ഓട്ടോണോമസ് കേപ്പബിലിറ്റീസ് ആണ്. ഇത് രണ്ടും അത്യാവശ്യം കൂടുതലുള്ള കാരണം ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് സമയം പോരാണ്ടായിപ്പോൾ. പിന്നെ അതൊരു ഐ വോണ്ട് ബി ഡൂയിങ് ജസ്റ്റിസ്, കാരണം ഒരുപാടുണ്ട് ഓട്ടോണോമസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും പിന്നെ ഇതിന്റെ ഓഫ് റോഡ് പോകുമ്പോഴുള്ള അങ്ങ് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. സോ ദാറ്റ് വിൽ ബി അനദർ വീഡിയോ കംപ്ലീറ്റ്ലി. ഈ വീഡിയോയിൽ പിന്നെ ഇതിന് മൈലേജ് നമുക്ക് കാണിക്കുന്നത് ക്ലോസ് ടു എനിക്ക് 9-10 ആ റേഞ്ചിൽ കിട്ടി. ഹൈവേയിലായിരുന്നപ്പോൾ ഒരു 11-11.5 റേഞ്ചിൽ ഹൈവേസിലും കിട്ടി. വെരി നോട്ട് ബാഡ് എന്ന് പറയാനുള്ളൂ. ഇത്രയും വലിപ്പമുള്ള ഇത്രയും വെയിറ്റ് ഉള്ള 2.5 ടണ്ണുള്ള ഈ വാഹനത്തിന് ഇത്രയും മൈലേജ് എത്തുന്നുണ്ട്. ഒരു ട്വിൻ ടർബോ ആണ്, പവറും ഉണ്ട്, അതൊന്നും തെറ്റൊന്നും പറയാനില്ല. ഈ മോഡൽ ഇപ്പോൾ അവരുടെ ടോപ്പ് എൻഡ് ട്വിൻ ടർബോ സാവി എന്ന് പറയുന്ന മോഡലാണ്. 4 വേരിയൻസ് ഉണ്ട്. ആ 4 വേരിയൻസും പല 4 കളേഴ്സുമായിട്ടാണ് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് കളറ് ഈ ഒരു ബ്ലാക്ക് തന്നെയാണ്. കാരണം ഈ ക്രോം എലിമെന്റ്സും എല്ലാം കൂടെ വന്നിട്ട് ബ്ലാക്ക് ലുക്സ് ദ ബെസ്റ്റ്. ഉള്ളിലാണെങ്കിൽ ഈ ഒരു കളറ് ഞാൻ ആദ്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാഹനമായിരുന്നു BMW 520. എൻ്റെ ഫ്രണ്ടിനെ ഉണ്ടായിരുന്നു അന്ന്. ആ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കളർ കോമ്പിനേഷനാണ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് കളർ കോമ്പിനേഷനെ കണ്ടത്. അതിന് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ക്വിൽറ്റഡ് ആയിട്ടുള്ള ലെതറാണ് സീറ്റ്സും സൈഡൊക്കെ. ഒരു പ്ലഷ് ഇന്റീരിയർ, ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കത്തുന്നതാണ്. അതൊക്കെ ഓട്ടോണോമസ് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളാണ്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ നമ്മുടെ റോഡിൽ ഇത്രയധികം ആൾക്കാരും എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വാഹനം ഇച്ചിരി ഓവർ സ്മാർട്ട് ആയതിന്റെ പേരിൽ കണ്ടില്ലേ ഒച്ചയും വിളിയാണ്. എവിടെ പോയാലും അപ്പുറത്ത് കൂടെ ആര് നടന്നു പോയവരെ ഒച്ചയും വിളിയും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും. ആൻഡ് ഓഫ് ആക്കണമെങ്കിൽ ഈ പാർക്കിംഗ് സെൻസറിന്റെ ഓഫ് ഉണ്ട്. അത് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴും എങ്ങനെ റിവേഴ്സ് ഇട്ട് പോയാലും അത് വീണ്ടും റീസ്റ്റാർട്ട് ആവും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഒരു ഡിസ്ട്രാക്ഷനാണ്, ഒരു പറഞ്ഞു വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുമാണ്. ദാറ്റ് ഇസ് സംതിങ്. അതല്ലാണ്ട് വേറൊന്നും തെറ്റൊന്നും പറയാനില്ല. ഇറ്റ് ഇസ് എ വെരി ഗുഡ് കാർ. ഈ ഒരു വാഹനം ഈ ഒരു കാറ്റഗറി, അതായത് ഫോർച്യൂണർ എൻഡവർ പോലത്തെ വലിയ 7-സീറ്റർ ലക്ഷറി ലാഡർ ഫ്രെയിം SUVs നോക്കുന്ന ഒരാൾക്ക്, ഈ ഒരു 30-40 റേഞ്ചിൽ ബഡ്ജറ്റുള്ള ഒരാൾക്ക് എന്തുകൊണ്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നു. കാരണം ഓടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാവും. മേ ബി യു മൈറ്റ് നോട്ട് ലൈക്ക്, കാരണം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ സാധ്യത കുറവാണ്. കാരണം ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ വേരിയേഷൻസ്. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും നിങ്ങൾ എന്തുകൊണ്ടും കൺസിഡർ ചെയ്യണം. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം. എന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വണ്ടി ഏതാണെന്ന് പറയണം. ആ കാറ്റഗറിയിൽ ഫോർച്യൂണർ ഉണ്ട്, എൻഡ്യൂർ ഉണ്ട്, ഓൾട്ടൂറാസ് G4 ഉണ്ട്. എല്ലാവരും മിസ്സായി പോകുന്നൊരു വണ്ടിയാണ്. അധികം സെയിൽസ് ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ ആ വണ്ടീനെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്തു. അതിനെ പറ്റി നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. യു ഷുഡ് ഡെഫിനറ്റ്ലി ലെറ്റ് us know. നമ്മൾ അറിയിക്കണം, കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലും നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഇഷ്ടമാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും വാഹനത്തെ പറ്റി കൂടുതൽ അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മുടെ ഈ ഗംഭീരമായ എൻ്റെ അതിഗംഭീരമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാനായിട്ട് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഉടനെ തന്നെ വരും. ഞാനിൽ ഇടുന്ന എനിക്കായിരിക്കും കൂടുതൽ വീഡിയോസ് ഇടുന്നത്. ബട്ട് സ്റ്റിൽ എന്നെ അറിയാം. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇതായിരുന്നു MG Gloster. ഇത് ഞാൻ നന്ദു. ആൻഡ് until next time, bye.